പ്രിയ കലാസ്നേഹികളെ, 1931 മെയ് 27 കൊല്ലം ചവറയിൽ ജനിച്ച് യുവതലമുറയ്ക്ക് അറിവിൻ്റെ വെളിച്ചം പകർന്ന് മാണിക്യവീണയുമായ മനസ്സിൻ്റെ താമരപ്പൂവിലുണർന്നവളെ എന്ന് പാടി മലയാളിയുടെ ഹൃദയവികാരങ്ങളെ തഴുകിത്തലോടി മാടപ്രാവേ വാ കൂടുകൂട്ടാൻ വാ എന്നോതി ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെ ആ നെല്ലിമരം ഒന്നുലെത്തുവാൻ നമ്മയെല്ലാം കൂട്ടിക്കൊണ്ടുപോയ മലയാളത്തിൻ്റെ കാവ്യഗുരു ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പെന്ന ONV കുറുപ്പിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് ഉർവശി തിയേറ്റേഴ്സിൻ്റെ രണ്ടാമത് സംഗീത ദൃശ്യ ആവിഷ്കാരം അമ്മ. അമ്മ നാടൻ മട്ടിലുള്ള ഒരു പാട്ടുകാവ്യമാണിത്. ഒരു പഴയ കഥ, 9 കൽപ്പണിക്കാരുടെയും അവരുടെ പത്നിമാർ 9 പേരുടെയും കഥ. കൂട്ടത്തിൽ നടുമലർ വിളക്കായി നിൽക്കുന്ന യുവതിയായ ആ അമ്മയുടെയും കഥ. ഇതിന്റെ ഇരടികളിലൂടെ ഉരുത്തിരിയുന്നു. കവിതയിലൂടെ തന്നെ ആ കഥ കേൾക്കൂ. 9 പേരവർ കൽപ്പണിക്കാർ ഓരമ്മ പെറ്റവരായിരുന്നു. 9 പേരും അവരുടെ നാരിമാരൊൻപതും ഒന്നിച്ചു വാണിരുന്നു. 9 പേരവർ കൽപ്പണിക്കാർ ഓരമ്മ പെറ്റവരായിരുന്നു. 9 പേരും അവരുടെ നാരിമാരൊൻപതും ഒന്നിച്ചു വാണിരുന്നു. കല്ലുകൾ ചെത്തിപ്പടുക്കുമ കൈകൾക്കു കല്ലിനേക്കാൾ ഉറപ്പായിരുന്നു. നല്ല പകുതികൾ നാരിമാരോ കല്ലിലെ നീരുറവായിരുന്നു. കല്ലുകൾ ചെത്തിപ്പടുക്കുമ കൈകൾക്കു കല്ലിനേക്കാൾ ഉറപ്പായിരുന്നു. നല്ല പകുതികൾ നാരിമാരോ കല്ലിലെ നീരുറവായിരുന്നു. ഒരു കല്ലടുപ്പിലെ തീയിലല്ലോ അവരുടെ കഞ്ഞി തിളച്ചിരുന്നു. ഒരു വിളക്കിൻ വെളിച്ചത്തിലല്ലോ അവരുടെ തീനും തിമിതിമിർപ്പും. ഒരു കല്ലടുപ്പിലെ തീയിലല്ലോ അവരുടെ കഞ്ഞി തിളച്ചിരുന്നു. ഒരു വിളക്കിൻ വെളിച്ചത്തിലല്ലോ അവരുടെ തീനും തിമിതിമിർപ്പും. ഒരു കിണർ കിനിയുന്ന നീരാണല്ലോ കോരിക്കുടിക്കാൻ കുളിക്കുവാനും. 9 അറകൾ വെവ്വേറെ അവർക്കന്തിയുറങ്ങുവാൻ മാത്രമല്ലോ. സഹോദരങ്ങളെ, നമുക്ക് ഒരു മഹാഭാഗ്യം കൈവന്നിരിക്കുന്നു. നമ്മുടെ ശില്പചാതുര്യങ്ങളെക്കുറിച്ച് കേട്ടറിഞ്ഞ് തിരുവാണിയൂർ കോവിലത്തിന്റെ പുതിയ കോട്ടയുടെയും ഗോപുരത്തിന്റെയും നിർമ്മിതി നമ്മെ ഏൽപ്പിച്ചുകൊണ്ട് രാജകൽപ്പന വന്നിരിക്കുന്നു. മനോഹരമായൊരു കോട്ടയും കൊത്തളവും വരുന്ന 10-ാം ഉദയത്തിന് മുൻപ് നിർമ്മിച്ചു നൽകിയാൽ നമ്മുടെ കീർത്തി 7 ദേശത്തും പരക്കും. രാജാവ് സന്തുഷ്ടനാകും. നിർമ്മാണ പ്രവർത്തനം ഉടൻ ആരംഭിക്കണമെന്നാണ് രാജകൽപ്പന. ഓ, എല്ലാം ഭഗവതിയുടെ അനുഗ്രഹം. നിശ്ചയമായും നാളെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കാൻ ചേഷ്ടാം. അതുകാലം കോട്ടതൻ മുന്നിലായി പുതിയൊരു ഗോപുരം കെട്ടുവാനായി 18 കൈകൾ വീണ്ടും ഉത്സവമായി ശബ്ദഘോഷമായി. അതുകാലം കോട്ടതൻ മുന്നിലായി പുതിയൊരു ഗോപുരം കെട്ടുവാനായി 18 കൈകൾ വീണ്ടും ഉത്സവമായി ശബ്ദഘോഷമായി. കല്ലിനും മീതയായി നൃത്തമാടി കല്ലുളി കൂടങ്ങൾ താളമിട്ടു. കല്ലിനും മീതയായി നൃത്തമാടി കല്ലുളി കൂടങ്ങൾ താളമിട്ടു. ചെത്തിയ കല്ലുകൾ ചാന്തു തേച്ചു.
ചേർത്തു പടുക്കും പടുതയന്തേ ഇക്കുറി വല്ലായ്മയാർന്നു പോയി. ഭിത്തിയുറയ്ക്കും നീലൊന്നുകൊണ്ടും ഭിത്തിയുറയ്ക്കും നീലൊന്നുകൊണ്ടും. ജ്യേഷ്ഠ, ഇത് വളരെ വിചിത്രമായിരിക്കുന്നു. എത്ര ശ്രമിച്ചിട്ടും ഗോപുരത്തിന്റെ പ്രധാന മതിൽ ഉറയ്ക്കുന്നില്ല. എവിടെയോ കാര്യമായ പിഴവ് പറ്റിയിരിക്കുന്നു. കണക്കിൽ പിഴവ് പറ്റിയതായി നാം ശങ്കിക്കുന്നു. ഏയ്, കണക്കിൽ പിഴവോ? അതിന് സാധ്യതയില്ല. നമുക്ക് ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം. ആ കല്ല് ഒന്നുകൂടി ചെത്തിമിനക്കി വെച്ച് നോക്ക്. ചാന്തിന്റെ കൂട്ടിൽ ചുണ്ണാമ്പിന്റെ അളവ് കൂട്ടണമോ ജ്യേഷ്ഠ? ചാന്തിന്റെ കൂട്ടിൽ പിഴവ് പറ്റിയതാവാം. ആ അങ്ങനെയെങ്കിൽ ആ ചാന്ത് ഉപേക്ഷിച്ച് പുതിയ ചാന്ത് കൂട്ട്. ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം. ഇല്ല, ഉറയ്ക്കുന്നില്ല. എത്ര ദിവസമായി നാം ഈ മതിൽ ഉറപ്പിക്കാൻ ശ്രമിച്ച് പരാജയപ്പെടുന്നു. ഇനി എന്ത് ചെയ്യും? പ്രണാമം പ്രണാമം. മുത്താശ്ശാരി, എന്തൊക്കെ വിശേഷങ്ങൾ? ഇവിടെ അസൗകര്യങ്ങൾ വല്ലതുമുണ്ടോ? എല്ലാം രാജകുടുംബത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഭംഗിയായി നടക്കുന്നു. പണി അല്പം വേഗത്തിലാക്കണം. നിരീക്ഷ പോലെ നിർമ്മാണത്തിൽ പുരോഗതി കാണുന്നില്ലല്ലോ. എന്തുപറ്റി? രാജാവ് അടുത്ത വാരം ഈ കോട്ടയുടെ നിർമ്മാണം മുഖതാവിൽ ദർശിക്കാൻ നേരിട്ടിങ്ങടെത്തും. അങ്ങുന്നേ, അത് ഒരു സങ്കടം ഉണർത്തിക്കുവാനുണ്ട്. പറയൂ, നാം കേൾക്കട്ടെ. അത് പ്രധാന ഗോപുരത്തിന്റെ ഭിത്തി എത്ര ശ്രമിച്ചിട്ടും അങ്ങോട്ട് ഉറയ്ക്കണില്ല. പരിഹാരം എന്തെന്ന് യാതൊരു നിശ്ചയവുമില്ല. കാലതാമസം അവിടുന്ന് മാപ്പാക്കണം. ഓഹോ, അങ്ങനെയോ? അതിനിപ്പം എന്താണൊരു പോംവഴി? ആരെങ്കിലും പോയി കൊട്ടാരം ജോത്സ്യനോട് ഇത്രയും വരെ വരാൻ പറയാ. പ്രണാമം ജോത്സരേ, വരിക വരിക. പ്രണാമം പ്രണാമം. ഗോപുരത്തിന്റെ നിർമ്മാണത്തിൽ അസാരം വിഘ്നങ്ങൾ കാണുന്നു. ഒന്ന് കവടി നിർത്തി നോക്കണം. ശരി, അങ്ങനെ ആവാം. വിഘ്നങ്ങൾ സാരം കാണുന്നു. കാലതാമസം മാത്രമല്ല. ഓഹോ, അങ്ങനെയോ? പരിഹാരം എന്തെങ്കിലും? പരിഹാരമായിട്ട് രണ്ട് കാര്യങ്ങളെ നാം കാണുന്നുള്ളൂ. യഥാവിധി പൂജകൾക്ക് ഞാൻ ചാർത്തു തരാം. രണ്ടാമതായി, ഒരു സ്ത്രീയെ ബലി നൽകി ദേവിയെ തൃപ്തിപ്പെടുത്തണം. നാരിക്ക് 40 മേൽ പ്രായമരുത്. അവളെ കൂട്ടിച്ചേർത്ത് ഈ മതിൽ പടുക്കുക. എല്ലാം മംഗളമായി ഭവിക്കും. ഈ കോട്ടയുടെ വരവോടെ നമ്മുടെ രാജ്യത്തിന്റെ കീർത്തി ലോകമെങ്ങും പരക്കും. കടൽ കടന്ന് അന്യദേശക്കാർ നമ്മുടെ അധീശത്വത്തിൽ ആവുകയും ചെയ്യും. കേമം, ബഹുകേമം. ഇതങ്ങോട്ട് പിടിക്കുക. തരിക. അപ്പോ പ്രശ്നപതിയാൽ പറഞ്ഞ പ്രകാരം കാര്യങ്ങൾ നടക്കട്ടെ. എല്ലാം അവിടുത്തെ കൽപ്പന പോലെ. പക്ഷേ ഇതിന് തയ്യാറാവുന്ന ഒരു സ്ത്രീയെ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നാം എവിടെ കണ്ടെത്തും? സ്ത്രീയോ?
സ്ത്രീകൾ നിങ്ങളുടെ ഭവനിൽ തന്നെ യഥേഷ്ടമുണ്ടല്ലോ. അപ്പോ നിശ്ചയപ്രകാരം കാര്യങ്ങൾ നടക്കട്ടെ. ഇനി എന്താണ് നാം ചെയ്യുക? ഒരു പോംവഴി മാത്രമേ എന്റെ മനസ്സ് ഉദിക്കുന്നുള്ളൂ. നമ്മുടെ പത്നിമാരിൽ ഒരാൾ ഈ ത്യാഗത്തിന് തയ്യാറാകണം. നിങ്ങൾ എന്ത് അസംബന്ധമാണ് ഹേ പറയുന്നത്? നമ്മളിൽ ആരുടെ പത്നിയെ എങ്ങനെ തിരഞ്ഞെടുക്കും? ഇന്ന് ഉച്ചനേരത്തെ കന്യമായി വരുന്നവൾ ആരോ, അവളെ നാം ഈ ധർമ്മസങ്കടം പറഞ്ഞ് മനസ്സിലാക്കാം. അവൾ നമുക്ക് വേണ്ടി ത്യാഗം ഏറ്റെടുക്കട്ടെ. കഞ്ഞിക്കലവും തലയിലേറ്റി കയ്യാലെ താങ്ങി പിടിച്ചുകൊണ്ടേ മുണ്ടകപ്പാട വരമ്പിലൂടെ മുന്നിലെ ചെന്തങ്ങിൻ തോപ്പിലൂടെ ചുണ്ടത്തു തുമ്പച്ചിരിയുമായി മണ്ടിക്കിതച്ചു വരുന്നതാരോ, മണ്ടിക്കിതച്ചു വരുന്നതാരോ. കഞ്ഞിക്കലവും തലയിലേറ്റി കയ്യാലെ താങ്ങി പിടിച്ചുകൊണ്ടേ മുണ്ടകപ്പാട വരമ്പിലൂടെ മുന്നിലെ ചെന്തങ്ങിൻ തോപ്പിലൂടെ ചുണ്ടത്തു തുമ്പച്ചിരിയുമായി മണ്ടിക്കിതച്ചു വരുന്നതാരോ. മൂക്കിന്റെ തുമ്പത്തു തൂങ്ങി നിന്നു മുത്തുപോൽ ഞാത്തുപോൽ വേർപ്പുതുള്ളി. മൂക്കിന്റെ തുമ്പത്തു തൂങ്ങി നിന്നു മുത്തുപോൽ ഞാത്തുപോൽ വേർപ്പുതുള്ളി. മുന്നിൽ വന്നങ്ങനെ നിന്നവളോ മൂത്തയാൾ വേട്ട പെണ്ണായിരുന്നു. മുന്നിൽ വന്നങ്ങനെ നിന്നവളോ മൂത്തയാൾ വേട്ട പെണ്ണായിരുന്നു. ഉച്ചയ്ക്കു കഞ്ഞിയും കൊണ്ടുപോരാൻ ഊഴമവളുടേതായിരുന്നു. ഉച്ചയ്ക്കു കഞ്ഞിയും കൊണ്ടുപോരാൻ ഊഴമവളുടേതായിരുന്നു. 9 പേരവർ കൽപ്പണിക്കാർ, 9 മെയ്യും ഒരു മനസ്സും. എങ്കിലും ഏറ്റവും മൂത്തയാളിൻ ചങ്കിലൊരു വെള്ളിടി മുഴങ്ങി. എങ്കിലും ഏറ്റവും മൂത്തയാളിൻ ചങ്കിലൊരു വെള്ളിടി മുഴങ്ങി. കോട്ടിയ പ്ലാവില മുന്നിൽ വച്ചു, ചട്ടിയിൽ കഞ്ഞിയും പാർന്നു വച്ചു. ഒറ്റ തൊടുകറി കൂടെ വച്ചു, 9 പേർക്കും വിളമ്പി വച്ചു. കുഞ്ഞിനെ തോളിൽ കിടത്തി തന്റെ കുഞ്ഞിന്റെ അച്ഛനടുത്തിരിക്കെ ഈ കഞ്ഞിയൂട്ടൊടുക്കത്തയാമെന്ന് ഓർക്കുവാനാസതിക്കായതില്ല. കോട്ടിയ പ്ലാവില മുന്നിൽ വച്ചു, ചട്ടിയിൽ കഞ്ഞിയും പാർന്നു വച്ചു. ഒറ്റ തൊടുകറി കൂടെ വച്ചു, 9 പേർക്കും വിളമ്പി വച്ചു. കുഞ്ഞിനെ തോളിൽ കിടത്തി തന്റെ കുഞ്ഞിന്റെ അച്ഛനടുത്തിരിക്കെ ഈ കഞ്ഞിയൂട്ടൊടുക്കത്തയാമെന്ന് ഓർക്കുവാനാസതിക്കായതില്ല. എന്താ ആരും കഞ്ഞി കുടിക്കാത്തത്? എല്ലാവരും വലിയ സങ്കടത്തിലാണല്ലോ. എന്തു പറ്റി? അല്ലയോ ജ്യേഷ്ഠ, അങ്ങേ ധിക്കരിക്കുകയാണെന്ന് കരുതരുത്. നാം ചെയ്യുന്നത് മഹാ അപരാധമാണ്. എനിക്കിതിന് കൂട്ടുനിൽക്കാനാവില്ല. മകനെ, ഇത് നമ്മുടെ വിധിയാണ്. അല്ല, വിധിയല്ല, ഇത് വിധേയത്വമാണ്. അന്ധവിശ്വാസങ്ങളോടുള്ള വിധേയത്വം. എനിക്ക് എന്റെ പെറ്റമ്മയെ കണ്ട ഓർമ്മ പോലുമില്ല. ഈ ജ്യേഷ്ഠത്തെയാണ് എന്നെ വളർത്തിയത്. ഇവർ എനിക്കെന്റെ സ്വന്തം അമ്മയാണ്. ഇല്ല, എനിക്കിത് താങ്ങാനാവില്ല. ജ്യേഷ്ഠ, നമുക്ക് ഈ ഗോപുരത്തിന്റെ പണി ഉപേക്ഷിക്കാം. നമുക്കിവിടം വിട്ട് പോകാം. എന്താണ് ഇവിടെ നടക്കുന്നത്? ആരെങ്കിലും എന്നോടൊന്ന് പറയൂ. ഞങ്ങൾ അശക്തരാണ്. ജ്യേഷ്ഠൻ തന്നെ പറയൂ. ഓർക്കാപ്പുറത്താണ് ശനിപാദം, ആർക്കറിയാമിന്നതിൻ മുഹൂർത്തം. കാര്യങ്ങളെല്ലാം അറിഞ്ഞവാറേ ഈറനം കണ്ണു തുടച്ചുകൊണ്ടേ വൈവശ്യമൊക്കെ അകത്തൊതുക്കി കൈവന്ന കൈപ്പും
മധുരമാക്കി. കൂടെ പുറത്ത പുരുഷനോടും കൂടപ്പിറപ്പുകളോടുമായി ഗദ്ഗതത്തോടു പൊരുതിടും പോൽ അക്ഷരമോരോന്നും നീ അന്ത്യമാം തന്നഭിലാഷമാം പോൾ അഞ്ജലിപൂർവം അവൾ പറഞ്ഞു. അന്ത്യമാം തന്നഭിലാഷമപ്പോൾ അഞ്ജലിപൂർവം അവൾ പറഞ്ഞു. ഗോപുരത്തിന്റെ നിർമ്മാണം അതുപേക്ഷിക്കരുത്. അത് നമ്മുടെ കുടുംബത്തിന്റെ അല്ല, നമ്മുടെ കുലത്തിന്റെ തന്നെ അഭിമാനമാകേണ്ട ഗോപുരമാണ്. രാജ്യത്തിന്റെ യശസ് ഉയർത്തുന്ന ഈ ഗോപുരം നിർമ്മിച്ചു നൽകാമെന്ന് നിങ്ങൾ വാക്ക് നൽകിയതാണ്. നിശ്ചയിച്ച രീതിയിൽ പണി പൂർത്തീകരിച്ച് ശിരസുയർത്തിപ്പിടിച്ച് വേണം നിങ്ങൾ ഇവിടെ നിന്നും മടങ്ങാൻ. അതിന് എന്തും ത്യജിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ ഒരാഗ്രഹം, ഒരേ ഒരാഗ്രഹം നിങ്ങൾ നിറവേറ്റിത്തരണം. അതുമാത്രമാണ് എൻ്റെ അപേക്ഷ. എൻ്റെ പാതി മാറും ഈ കൈകളും പുറത്തു കാണുക വേണം എന്നെ ചേർത്ത് ഈ മതിൽ പടുക്കാൻ. എൻ്റെ മകനെ കണ്ട് കൊതി മാറിയിട്ടില്ല എനിക്ക്. ഇവനെ താലോലിച്ച് ആശ തീർന്നിട്ടില്ല എനിക്ക്. എൻ്റെ കുഞ്ഞ് അമ്മിഞ്ഞ പാലിനായി കരഞ്ഞാൽ, എന്നെ കാണണമെന്ന് വാശി പിടിച്ചാൽ, അവനെ, എൻ്റെ പൊന്നു മകനെ നിങ്ങൾ ഇവിടെ കൊണ്ടുവരണം. അവനെ എനിക്ക് ചേർത്ത് പിടിക്കണം. അവൻ അറിയണം അവന്റെ അമ്മയ്ക്ക് അവനെ ജീവനായിരുന്നു. ഭിത്തിയുറയ്ക്കാനി പെണ്ണിനെയും ചെത്തിയ കല്ലിനിടയ്ക്കു നിർത്തി കെട്ടിപ്പടുക്കുവിൻ ഒന്നെനിക്കുണ്ട് ഒറ്റയൊരാഗ്രഹം കേട്ടുകൊള്ളുവിൻ. ഭിത്തിയുറയ്ക്കാനി പെണ്ണിനെയും ചെത്തിയ കല്ലിനിടയ്ക്കു നിർത്തി കെട്ടിപ്പടുക്കുവിൻ ഒന്നെനിക്കുണ്ട് ഒറ്റയൊരാഗ്രഹം കേട്ടുകൊള്ളുവിൻ. കെട്ടിമറയ്ക്കൊല്ലൻ പാതി നെഞ്ചം, കെട്ടിമറയ്ക്കൊല്ലേ എന്റെ കൈയും. എന്റെ പൊന്നോമന കേണിടുമ്പോൾ എന്റെ അടുത്തേക്കു കൊണ്ടുപോരൂ. ഈ കയ്യാൽ കുഞ്ഞിനെ ഏറ്റുവാങ്ങി ഈ മുലയൂട്ടാൻ അനുവദിക്കൂ. ഏതു കാറ്റുമെൻ പാട്ടുപാടുന്നു, ഏതു മണ്ണിലും ഞാൻ മടയ്ക്കുന്നു. ഏതു കാറ്റുമെൻ പാട്ടുപാടുന്നു, ഏതു മണ്ണിലും ഞാൻ മടയ്ക്കുന്നു. മണ്ണളന്നു തിരിച്ചു കോൽ നാട്ടി മന്നരായി മതിച്ചവർക്കായി 9 കൽപ്പണിക്കാർ പടുത്ത വൻപിയെന്നൊരക്കോട്ടതൻ മുന്നിൽ ഇന്നു കണ്ടേന പെണ്ണിൻ അപൂർണ സുന്ദരമായ വെൺശിലാശില്പം. 9 കൽപ്പണിക്കാർ പടുത്ത വൻപിയെന്നൊരാക്കോട്ടതൻ മുന്നിൽ ഇന്നു കണ്ടേനാ പെണ്ണിൻ അപൂർണ സുന്ദരമായ വെൺശിലാശില്പം. എന്തിനോ വേണ്ടി നീട്ടി നിൽക്കുന്ന ചന്തമോലുന്നൊരാവലം കയ്യും, ഞെട്ടിൽ നിന്നു പാൽ തുള്ളികൾ ഊറും മട്ടിലുള്ളൊരാ നഗ്നമാം മാറും കണ്ടുണർന്നെന്റെ ഉള്ളിലെ പൈതൽ അമ്മ അമ്മ എന്നാർത്തു നിൽക്കുന്നു. എന്തിനോ വേണ്ടി നീട്ടി നിൽക്കുന്ന ചന്തമോലുന്നൊരാവലം കയ്യും, ഞെട്ടിൽ നിന്നു പാൽ തുള്ളികളൂറും മട്ടിലുള്ളൊരാ നഗ്നമാം മാറും കണ്ടുണർന്നെന്റെ ഉള്ളിലെ പൈതൽ അമ്മ അമ്മ എന്നാർത്തു നിൽക്കുന്നു. പ്രിയ കലാസ്നേഹികളെ, തിരക്കേറിയ പ്രവാസ ജീവിതത്തിനിടയിലും കലയോടും സംഗീതത്തോടുമുള്ള അടങ്ങാത്ത അഭിനിവേശവുമായി നോഷോ മലയാളി സമൂഹത്തിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ നിങ്ങൾക്ക് മുന്നിൽ അണിയിച്ചൊരുക്കിയ
ഈ സംഗീത ദൃശ്യാവിഷ്കാരത്തെ നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചതിന് സദസ്സിലിരിക്കുന്ന എല്ലാ കലാസ്നേഹികൾക്കും നന്ദിയുടെ 1000 പൂച്ചെണ്ടുകൾ. രംഗത്ത് തോമസ് പാടശ്ശേരി, സീന ഈപ്പൻ, ഷിനോ പേരൂർ, വിശാൽ സക്കറിയാസ്, ജോസ് ചെക്കപ്പ്, ലിൻഡോ കൊള്ളിക്കുളവിൽ, നിഖിൽ സാവിയോ, റിജോ സ്കറിയ, മിഫിൻ മാത്യൂസ്, ജോയൽ സെബാസ്റ്റ്യൻ, ജോയൽ സ്കറിയ, അനൂപ് അറയ്ക്കൻ. കലാസംവിധാനം ഷിനോ പേരൂർ. മ്യൂസിക് ആൻഡ് സൗണ്ട് മിക്സിംഗ് ബിബിൻ ലൂക്കോസ്. എഡിറ്റിംഗ് ബിബിൻ ലൂക്കോസ്. സംവിധാനം പ്രതീഷ് പോൾ. അവതരണം ഉർവശി തിയേറ്റേഴ്സ്.